പഹൽഗാമിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണത്തിൽ പ്രതികരണവുമായി ചൈന. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടി ഖേദകരമാണെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. നിലവിലുള്ള സാഹചര്യത്തിൽ ആശങ്കയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെ മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിൽ ഇന്ത്യ സൈനിക ആക്രമണം നടത്തി. ഇതിനു പിന്നാലെ പാകിസ്ഥാനും വെടിവെപ്പ് നടത്തി. ഈ സംഭവത്തിൽ ചൈനയുടെ അഭിപ്രായം എന്താണെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിനോട് ചോദിച്ചത്. ഇതിന് ഇന്ത്യയുടെ സൈനിക നടപടി ഖേദകരമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും പരസ്പരം അയൽക്കാരാണ്. അവർ രണ്ടുപേരും ചൈനയുടെ അയൽക്കാരാണ്. എല്ലാത്തരം ഭീകരതയും ചൈന എതിർക്കുന്നു. സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും വലിയ താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും ശാന്തത പാലിക്കാനും സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഞങ്ങൾ ഇരു കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം പാകിസ്ഥാനിലെ സൈനിക നടപടി സർക്കാർ സ്ഥിരീകരിച്ചതിനു ശേഷം മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ US, UK, സൗദി അറേബ്യ, UAE, റഷ്യ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നും സംഘർഷം വേഗത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും എടുത്തു പറഞ്ഞു. അതേസമയം സംയമനം പാലിക്കാനും സംഘർഷം കുറയ്ക്കാനും ഇന്ത്യയും പാകിസ്ഥാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ അബ്ദുൾ ബിൻ സാഹിദ് അൽ നഹ്യാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യയിലെ അംബാസഡർ വ്യക്തമാക്കി. നിരപരാധികൾക്കെതിരായ ഭീകരരുടെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ നടത്തിയ സൈനിക നടപടികളിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്ടറസ് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ലോകത്തിന് താങ്ങാനാവില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. നിരോധിത ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബ ഗ്രൂപ്പുകളുടെ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം. ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ദൗത്യത്തിന് സേന നൽകിയ പേര്. ഇന്ത്യ ലക്ഷ്യം വെച്ച 9 സ്ഥലങ്ങളിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും പാകിസ്ഥാൻ പഞ്ചാബിലെ മുരിദ്കയിലെ LETയും ഉൾപ്പെടുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതും അളക്കപ്പെട്ടതും വ്യാപന സ്വഭാവമില്ലാത്തതുമാണെന്നും സൈന്യം വ്യക്തമാക്കി. തങ്ങൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലെന്നും ഇന്ത്യ പറയുന്നുണ്ട്. അതേസമയം ചൊവ്വാഴ്ച രാത്രി ജമ്മു കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ നടത്തിയ ഏകപക്ഷീയമായ വെടിവെപ്പും പീരങ്കി ഷെല്ലാക്രമണവും മൂലം 10 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് സൈന്യം അറിയിച്ചു. ഇന്ത്യ ഇതിന് ഉചിതമായ മറുപടി നൽകിയതായും സൈന്യം കൂട്ടിച്ചേർത്തു. പഹൽഗാമിൽ വീണ ഇന്ത്യയുടെ കണ്ണീരിന് കര, വ്യോമ, നാവിക സേനകൾ കൈകോർത്ത് നൽകിയ മറുപടി പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ്. 23 മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ തച്ചുടച്ചത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യം നടത്തിയ ആക്രമണത്തിൽ 12 പാക് ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. അതിനു പിന്നാലെ ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്.